ഡിസൈനിങ്ങിൽ വിവിധ തരത്തിലുള്ള പാറ്റേണുകൾ ഫില്ല് ചെയ്യുന്നതിനുള്ള ഒരു ടൂളാണ് പാറ്റേൺ ടൂൾ എന്ന് പറയുന്ന ഈ ടൂള്. ഈ കാണുന്ന ടൂള് പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ. കീബോർഡിൽ എസ് പ്രസ് ചെയ്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ കാണുന്ന പ്രോപ്പർട്ടി ബാറിൽ നിന്നും ഒരു പാറ്റേൺ സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാറ്റേൺ ഫില്ല് ചെയ്ത് വരും. ഇതിന്റെ ഒപ്പാസിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മോഡുകളും ഇതിന് ധാരാളമായിട്ടുണ്ട്. ഓരോന്നും പരിശോധിച്ച് നോക്കുക. ഇവിടെ മറ്റൊരു ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ബ്രഷ് സ്ട്രോക്ക് ചെയ്യുമ്പോൾ വരുന്ന തിക്നെസ്സിനനുസരിച്ചിട്ടാണ് ഈ ഫ്ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയർ ബ്രഷ് ഫെസിലിറ്റിയും ഇതിലുണ്ട്. ഇനി ഇതിൽ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇംപ്രഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയാ ഒരു ഗ്രഡേഷൻ അപ്ലൈ ചെയ്ത തരത്തിലുള്ള ഒരു തരം ആപ്ലിക്കേഷനാണ് വരുന്നത്. അതായത് ഒരു കളറെല്ലാം പരസ്പരം കലങ്ങി ഇരിക്കുന്ന രീതിയിൽ ഒരു മിക്സ് ചെയ്ത രൂപത്തിൽ വരുന്ന സംവിധാനമാണ് ഇംപ്രഷനിസ്റ്റ്. ബാക്ക്ഗ്രൗണ്ടുകളും മറ്റും പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ഇംപ്രഷൻ വർക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ ചില ബാക്ക്ഗ്രൗണ്ടുകൾ അബ്സ്ട്രാക്ട് രൂപത്തിലുള്ള ചില ബാക്ക്ഗ്രൗണ്ടുകൾ പെട്ടെന്ന് വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഇംപ്രഷനിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറ്റേണുകളാണ് ഫില്ല് ചെയ്ത് വരിക. അപ്പൊ ഞാനിവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ശേഷം ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റുഡിയോകളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്വീകരിക്കുന്ന വിധം നമുക്കൊന്ന് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഫോട്ടോ ലഭിച്ചു കഴിഞ്ഞാൽ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വിഡ്ത്തിൽ 3.5 എന്നും ഹൈറ്റിൽ 4.5 എന്നും റെസൊല്യൂഷൻ ആവശ്യമായ രീതിയിലും സെറ്റ് ചെയ്യുക. ഇത് ഒരു 300 എന്നുള്ള ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യമായ ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ടിന് ആവശ്യമായ ഭാഗം സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവ നമുക്ക് പാസ്പോർട്ടിന്റെ രൂപം ലഭിച്ചിരിക്കുകയാണ്. ഇതിനെ മാസ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഡ്ജിൽ കാണുന്ന വൈറ്റ്നസ് ആണ് മാസ്ക് എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഇൻവേഴ്സ് കൊടുക്കുക. അതിനുശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ആ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇത് ഒരു മാസ്ക്ഡ് ഫ്രെയിമിൽ നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ലഭിച്ചിരിക്കുകയാണ്. ഇനി മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. കൺട്രോൾ എ പ്രസ് ചെയ്തുകൊണ്ട് മൊത്തമായി സെലക്ട് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് മെനുവിൽ നിന്നും ഡിഫൈൻ പാറ്റേൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതൊരു പാറ്റേൺ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പാറ്റേൺ ഡിഫൈൻ ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇതിനുശേഷം ഫയൽ മെനുവിൽ നിന്നും ന്യൂ കൊടുത്ത് ഏതെങ്കിലും ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ സ്വീകരിച്ച് ഇതിനുശേഷം ഇതിലെ ലാൻഡ്സ്കേപ്പ് എന്നുള്ള ഭാഗത്ത് ഒരു 8x10 എന്നുള്ളത് സ്വീകരിച്ച് ഓക്കെ കൊടുക്കുക. അതിന്റെ റെസൊല്യൂഷൻ 300 ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നോക്കുക, ഓക്കെ കൊടുക്കുക. എന്താ പറയാ നമുക്ക് ആ തലം ലഭിച്ചിരിക്കുകയാണ്. ഇനി പാറ്റേൺ ബ്രഷ് ടൂൾ ഉപയോഗിച്ചതിന് ശേഷം പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ പാറ്റേൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമായ രീതിയിൽ ബ്രഷ് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് വലുപ്പം കൂട്ടുകയാണ് പെട്ടെന്ന് കഴിയാനായിട്ട്. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാസ്പോർട്ട് രൂപത്തിലുള്ള നമുക്ക് പാസ്പോർട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള രീതിയിൽ പാസ്പോർട്ട് ലഭിക്കുന്നതാണ്. നോക്കണ്ടോ, ഇത് കൃത്യമായ രീതിയിൽ പാസ്പോർട്ട് കട്ട് ചെയ്ത് 3x4 പാസ്പോർട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം അത്രയും ഏരിയകളിൽ കൂടി പാസ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാമ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു പുതിയ ലെയറിൽ ഇപ്പോൾ ഡിസെലക്ട് ചെയ്ത് ഒരു പുതിയ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ കൊടുക്കാം. അപ്പോൾ അതായത് ഒരു പുതിയ ലെയർ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ പുതിയ ലെയറിന് ഷിഫ്റ്റ് കൺട്രോൾ N പ്രസ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം അതിൽ പെയിന്റ് ചെയ്യുക. അപ്പോൾ അതിൽ പെയിന്റ് ചെയ്ത് ഇതിനുശേഷം നമുക്ക് എത്ര ഫോട്ടോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 6 ഫോട്ടോ വേണമെങ്കിൽ 6 ഫോട്ടോയെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം റിവേഴ്സ് ഷിഫ്റ്റ് കൺട്രോൾ I പ്രസ് ചെയ്തുകൊണ്ട് റിവേഴ്സ് ചെയ്യുക, ഡിലീറ്റ് പ്രസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് 6 ഫോട്ടോ മാത്രമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് ആവശ്യമായ രീതിയിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാം, കൂടുതൽ ഫോട്ടോകളെ ഉൾപ്പെടുത്താം. അങ്ങനെ പലതും ചെയ്യാനായിട്ട് സാധിക്കും. പാറ്റേൺ സ്റ്റാമ്പ് ടൂളാണ് ഈ ടൂള്.